ഒരു സ്ഥലത്ത് 2 തവണയൊക്കെ പോകുന്നത് ഒരു ടൂറിനെ സംബന്ധിച്ച് വിരളമായ കാര്യമായിരിക്കാം. തിരിച്ചു വരാതിരുന്നുവെങ്കിൽ മഞ്ഞൊന്നും കാണാതെ കാശ്മീരിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നേനെ. 0 പോയിന്റ് ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി. അത് ക്ലോസ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് ആണേ. ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ബോയിൽഡ് എഗ് കൂടെ പറഞ്ഞിട്ടുണ്ടേ. ഞാനിന്ന് കഴിക്കാനായി ചൂസ് ചെയ്തത് ആലു പൊറാട്ടയും ബ്രെഡ്, ജാം, ബോയിൽഡ് എഗ്, കോൺഫ്ലെക്സും പാലും. ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഹോട്ടലിന്റെ പേര് സിറ്റി റെസിഡൻസി എന്നാണ്. മേപ്പിൾ ഗാർഡൻ. റെഡിഷ് ആയിട്ടുള്ള ഒരു ഇലയോട് കൂടിയ പ്ലാന്റ് നമ്മൾ വാൾപേപ്പേഴ്സിലും മൂവീസിലും ഒക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഈ മേപ്പിൾസ്. കാശ്മീരിലെ ആൾമോസ്റ്റ് എല്ലായിടങ്ങളിലും നമുക്ക് മേപ്പിൾസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചില മരങ്ങളിലൊക്കെ ഇലയൊക്കെ ഇപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഈ പാലത്തിന് താഴെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. നദിയെ കണ്ട് ആസ്വദിക്കാനായിട്ട് കുറച്ച് ബെഞ്ചുകളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മഞ്ഞിന്റെ താഴ്വരയായ സോൻമർഗിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റ് സെക്യൂരിറ്റിയൊക്കെ ഉള്ള റോഡാണ്. ചെമ്മരിയാടുകളെ ആട്ടിടയന്മാര് റോഡിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഇതുപോലുള്ള കാഴ്ചകൾ ഇവിടെ സുലഭമാണ്. ആൾക്കാർ അസഹിഷ്ണുക്കളായിട്ട് ഹോണൊക്കെ മുഴക്കുന്നുണ്ട്. മൃഗങ്ങൾ ഇതുപോലെ വഴിമുടക്കിയായിട്ട് നിന്നാൽ ഹോണടിച്ച് അവയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മുടെ റോഡ് നിയമങ്ങളിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകുമ്പോൾ ഈ നദി കംപ്ലീറ്റ്ലി ഫ്രീസ് ആവുമെന്നും ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ വീണ്ടും ഇത് ആക്റ്റീവായിട്ട് ഒഴുകുമെന്നുള്ള കാര്യവും എനിക്ക് കൗതുകമുണ്ടാക്കി. ഗ്രാമപ്രദേശത്തെ കാശ്മീരി വീടുകളുടെ യഥാർത്ഥ ചിത്രമാണിവ. ചെറിയൊരു ഷെഡ് പോലത്തെ വീടും അതിനനുബന്ധമായി വീടിന് മുന്നിൽ തന്നെ കന്നുകാലികൾക്ക് നിൽക്കാനും കഴിയുന്ന ഒരു ഗ്രൗണ്ടും ചേർന്നതാണവ. നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ കുതിരയുടെ പുറത്ത് കയറ്റുന്നതാണ് ഈ കാഴ്ച. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഈ പറന്ന് നടക്കുന്നത് കാക്കയൊന്നുമല്ല, ഇവയെല്ലാം പരുന്താണ്. ഒരു ചെറു നദിയെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ആവാസം. ഈ നദിയിൽ നിന്ന് എന്തോ മീനാണെന്ന് തോന്നുന്നു കൊത്തി പറക്കുന്നത് കണ്ടായിരുന്നു. അതുപോലെ ഈ കാണുന്ന മേപ്പിൾ ട്രീയിലായിരുന്നു അവരുടെ വിശ്രമ കേന്ദ്രം. ഈ കാഴ്ച ഞങ്ങൾ കണ്ടത് ഗന്ധർബൽ വാട്ടർഫാൾസിന്റെ അടുത്തായിരുന്നു. ഈ വാട്ടർഫാൾസിനോടനുബന്ധിച്ച് മറ്റൊരു ആകർഷണം ഇതാണ്. സംഭവം ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഈ സോൻമർഗ് യാത്രയിലോട്ട് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ശ്രീനഗർ ടു സോൻമർഗ് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. റോഡ് നിലവാരമാകട്ടെ വളരെ മെച്ചപ്പെട്ടതും. ജലവൈദ്യുത പദ്ധതിക്കായിട്ട് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം കൊണ്ടുപോകുന്നതാണ് ഇത്. പോകുന്ന വഴിക്ക് കണ്ട തടാകമാണ്. വളരെ മനോഹരമായിരുന്നു. സഞ്ചാരികൾ ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ടേ. ഭംഗിയുള്ള നദിക്കരയിൽ കറുകറുത്ത പബിൾസ് ഉണ്ടായിരുന്നു. കുഞ്ഞിനത് കണ്ടപ്പോൾ അത് വേണമെന്ന വാശിയിലായി. ഇന്നാ പിന്നെ ഞാൻ അത് എടുത്തു കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹെവി ചിൽഡ് വാട്ടറിൽ തൊട്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത്രയ്ക്ക് ഹെവി ചിൽഡ് വാട്ടർ ആണ് കേട്ടോ. ഏകദേശം ഒരു 10-15 ഡിഗ്രി സെൽഷ്യസോട് ഡൗൺ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഫ്രീസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സുവനീർ എന്നോണം 1-2 കല്ലുകൾ ഞങ്ങൾ പറക്കിയെടുത്തായിരുന്നു. അടുത്ത ഡെസ്റ്റിനേഷനായ താജ്വാസ് ഗ്ലേഷ്യറിലേക്ക് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് കുതിര സവാരി ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് തൊട്ട് താജ്വാസ് ഗ്ലേഷ്യർ വരെ ഏകദേശം 4 കിലോമീറ്റർ ആണ് യാത്ര. ഒരു കുതിരയ്ക്ക് 1200 വെച്ച് 5 കുതിരയാണ് ഞങ്ങൾ ഹയർ ചെയ്തത്. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ ഗൈഡും കുതിരലായ നടത്തുന്നവരും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് വേണം നമ്മൾ കുതിര സവാരി ചൂസ് ചെയ്യാനായിട്ട്. കുതിരകൾ കുടിക്കുന്ന വെള്ളം ധൈര്യമായി നമുക്കും കുടിക്കാമെന്നും വളരെ വൃത്തിയുള്ള വെള്ളം മാത്രമേ കുതിരകൾ കുടിക്കാറുള്ളൂ എന്നുള്ള കാര്യവും നമുക്ക് ഇവർ പറഞ്ഞു തന്നു കേട്ടോ. ഞങ്ങൾ താജ്വാസ് ഗ്ലേഷ്യറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 1-2 കുതിരകൾ മാത്രം ഹയർ ചെയ്തിട്ട് ബാക്കി ആൾക്കാർ നടന്നു വന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങി. അതിന് കാരണമായത് ഈ കുതിരകളുടെ റെന്റ് തന്നെയാണ്. കുതിരകൾ ഹയർ ചെയ്യാനായിട്ട് ഇത്രയും റേറ്റ് ആകുമെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ള കല്ലുകളെ അപേക്ഷിച്ച് ഈ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് എടുത്തതാണ്. തല്ലിപ്പൊട്ടിച്ചപ്പോൾ മാർബിൾ പോലെ ആയിരുന്നു. ഇവിടെയാണ് ഷാറുഖ് ഖാന്റെ ഡെങ്കി മൂവി ഷൂട്ട് ചെയ്തത്. ബജ്റംഗി ഭായ്ജാൻ ആൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും. അതിനും പശ്ചാത്തലമായത് ഇവിടം തന്നെയാണ്. അപ്പോൾ അടുത്ത വ്യൂവിലോട്ട് നമുക്ക് പോകാം. അടുത്ത 0 പോയിന്റിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് 11,649 ഫീറ്റ് എബോയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഹെവി സ്നോഫാൾ ആണെങ്കിൽ ഈ ഒരു പ്രദേശം മൊത്തമായി മൂടിപ്പോകുമെന്നും പിന്നെ സഞ്ചാരികളായിട്ട് ആരെയും ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്നുള്ള കാര്യവും ഇവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം കാണാൻ പറ്റിയത്. തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രദേശം ക്ലോസ് ചെയ്തായിരുന്നു. 0 പോയിന്റിലാണ് മഞ്ഞ് തൊടാൻ പോവാണ്. ശ്വാസം കിട്ടില്ല, നടന്നിട്ട് കിതച്ചിട്ടേ. കാശ്മീരിൽ 0 പോയിന്റിലാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് വീഴ്ചയുണ്ട്. അടിപൊളിയാണ് കേട്ടോ.
മഞ്ഞായിട്ട് ഞങ്ങളുടെ പുറകെ കൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. കൈയൊക്കെ കണ്ടോ? അസഹനീയമായ തണുപ്പ് കാരണം ഗ്ലൗസ് ഉപയോഗിക്കേണ്ട ഗതി വന്നു. തണുപ്പ് എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. കുറെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്ന് ഐസൊക്കെ കളിച്ചായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ സ്പോട്ടിലെത്തിയത്. നടക്കുന്നതാകട്ടെ ദുർഘടവും. ഇന്നലെ രാത്രി നന്നായിട്ട് മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും നല്ല സ്നോഫോള്. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സോൻമർഗിലാണ്. രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ റിട്ടേൺ വന്നതാണ് ഈ സ്ഥലത്തിലോട്ട് ഇത് കാണാനായിട്ട്. വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായേനെ. കണ്ടോ, ഐസ് തണുത്തുറഞ്ഞ ഐസ് തടാകമൊക്കെ തണുത്തുറഞ്ഞിട്ടുണ്ട്. പോരാത്തിന് ആ മലകളിൽ ആ മഞ്ഞ് വീണിടക്കുന്ന ചെടികളൊക്കെ കണ്ടായിരുന്നോ? സിനിമകളിൽ കണ്ടിരുന്ന ദൃശ്യ സൗന്ദര്യം നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളേവരും. രണ്ടാം ദിവസം ഞങ്ങൾ ഈ പ്രദേശത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ചിലവ് 1500 ആണ്. ഈ ഒരു എമൗണ്ട് പാക്കേജിന്റെ കൂടെ വരുന്നതല്ല. പെട്ടെന്നുള്ള ഇമ്പൽസീവായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ വലിയ സന്തോഷങ്ങൾ തന്നേക്കാം എന്നതിനുള്ള വ്യക്തമായ മറുപടിയായിരുന്നു ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കാശ്മീരിൽ വന്നിട്ട് മഞ്ഞ് കളിക്കാതെ കണ്ണു നിറയെ മഞ്ഞ് കാണാതെ തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ള ഞങ്ങളെ സങ്കടം അങ്ങ് മാറി കിട്ടിയേട്ടോ. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയിലെ എക്സാക്ട്ലി അതുപോലെയാണ് ഈ മരങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിന്റെ പുറത്ത് ഈ മഞ്ഞ് കണങ്ങൾ കൂടെ പറ്റിപ്പിടിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബറിലാണ്. ഈ ഒരു വീഡിയോ എടുത്ത് റോഡ് അരികിൽ നിന്നാണേ. ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമാണ് സോൻമർഗ്. ഇനി അടുത്ത് അവിടെയാണ് പോകുന്നത്. ഒറ്റ ദിവസത്തെ മഞ്ഞ് വീഴ്ചയിലായതാണ് ഇതെല്ലാം. താജ്വാസ് ഗ്ലേഷ്യറിലേക്ക് പോകാനായിട്ട് കുതിര ഹയർ ചെയ്തില്ലേ, അവിടെ തന്നെ ബൂട്ട്സ് ഉണ്ട്. ബൂട്ട്സും ഞങ്ങൾ റെന്റ് ചെയ്യുകയായിരുന്നു. ബൂട്ട്സ് ഒന്നിന് 100 രൂപയാണ് ആയിട്ടുള്ളത്. കുട്ടികൾക്കായുള്ള ബൂട്ട്സും അവിടെ അവൈലബിൾ ആണ്. കുട്ടികളെ കാശ്മീരിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാവേ. കാശ്മീരിൽ വന്നിട്ട് വീണ്ടും ഈ റിട്ടേൺ യാത്ര വരാതിരുന്നെങ്കിലുള്ള നഷ്ടം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു ദിവസം എക്സ്ട്രാ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യാത്ര വരാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് സഞ്ചാരികൾ മാക്സിമം ഒരു ദിവസം എക്സ്ട്രാ യാത്ര പ്ലാൻ ചെയ്യും. ചിലയിടങ്ങളിൽ അരയടിക്ക് മേലെ മഞ്ഞുണ്ടായിരുന്നു. ഇത് ആട്ടിടന്മാരുടെ ടെമ്പററി ഷെൽട്ടർ ആണ്. മലമുകളിലേക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്കായാണ് ഈ കുതിരയൊക്കെ ഉള്ളത് ഇവിടെ. ഹായ്. മഞ്ഞിലുള്ള പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വർഷത്തെ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ട് വെറും 2 ദിവസമേ ആകുന്നുള്ളൂ. സോൻമർഗ് സജീവമായി വരുന്നതേ ഉള്ളൂ. കാശ്മീരിൽ വരുമ്പോൾ ഈ ലോക്കൽ സൈറ്റ് സീയിങ്ങും എല്ലാം ഒരു ടൂർ ഗൈഡ്, ഇവിടുത്തെ ടൂർ ഗൈഡിനെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അഫ്സൽ എന്നാണ് പുള്ളിയുടെ പേര്. അഫ്സലിൻ്റെ വഴിയാണ് ഞങ്ങൾക്ക് നാസിലിനെ പരിചയപ്പെടാൻ പറ്റിയത്. നാസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് പോലെയാണ്. ഇവിടെ കാശ്മീരിലുള്ള ആളാണ്. പുള്ളി പറഞ്ഞിട്ടാണ് വി കെയിം ടു സോൻമർഗ്. ഇതെല്ലാം കാണാൻ പറ്റി. അപ്പോൾ കാശ്മീരിലെ വെതറിനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ മിസ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.